2016 ടയോട്ട മോട്ടോർ കോർപ്പറേഷനും സുസുക്കി മോട്ടോർ കോർപ്പറേഷനും ഒരു കൊളാബറേഷൻ ഉണ്ടായി. ശരിക്കും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എടുത്തു പറയണം, വളരെ എന്താ പറയുക, ഒരു ചരിത്രമാവാൻ പോകുന്ന ഒരു കൊളാബറേഷൻ ആയിരുന്നു അത്. കാരണം ഇന്ത്യയിൽ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമുക്കറിയാം, ഒരുപാട് വണ്ടികൾ വിറ്റയക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ടയോട്ട ആണെങ്കിലും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു ബ്രാൻഡാണ്, ഒരുപാട് വണ്ടികൾ അവരും വിറ്റയക്കുന്നുണ്ട്. ആ ഒരു കൊളാബറേഷൻ ശരിക്കും നല്ലൊരു ചരിത്രമാവാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട കാര്യം, ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടായത്? യെസ്, ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയും യെസ്, ഇറ്റ്സ് ബെനിഫിറ്റ് ഫോർ ടയോട്ട. കാരണം ടയോട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർ 2 വണ്ടികളെ ഇപ്പോൾ ഓൾറെഡി ഈ കറണ്ട് സിറ്റുവേഷൻ വരെ 2 വണ്ടികളെ ഓൾറെഡി അവർ ആ മാരുതി സുസുക്കിയിൽ നിന്ന് അവരെടുത്തു. അവരൊരു ബാഡ്ജിങ്ങിൽ 2 വണ്ടികൾ ഇറക്കി. അതിൽ ഫസ്റ്റ് ഇറക്കിയ വണ്ടിയാണ് ഗ്ലാൻസ എന്ന് പറഞ്ഞ വണ്ടി. മാരുതി സുസുക്കിയിൽ പ്രീമിയം ഹാച്ച് ബാക്കായിട്ട് ഒരുപാട് വണ്ടികൾ വിറ്റയച്ച ബലാന എന്ന് പറഞ്ഞ വണ്ടിയുടെ അവർ പേര് മാറ്റി ഗ്ലാൻസ എന്ന പേരിൽ ഇറക്കി. അതിനുശേഷം പിന്നെ ടയോട്ട അർബൻ ക്രൂയിസർ എന്ന് പറഞ്ഞ വണ്ടി ഇറക്കി. അത് മാരുതി സുസുക്കിയിൽ നിന്ന് ബ്രിസ എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് അർബൻ ക്രൂയിസർ ഇറക്കിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ കിടക്കുന്ന വണ്ടിയാണ് അർബൻ ക്രൂയിസർ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരുപാട് വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതിൽ 3 വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഒന്ന് മിഡ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, ഹൈ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, പ്രീമിയം എന്ന് പറഞ്ഞൊരു വേരിയൻ്റ്. ഇത് പ്രീമിയം എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് സമയത്ത് നമുക്ക് ഈ ബ്രിസയിൽ നിന്ന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നമുക്ക് നല്ല മാറ്റമുണ്ട്. കാരണം ടയോട്ട വണ്ടിയായി എന്ന് നമുക്ക് ഉറപ്പായിട്ടും തോന്നിക്കുന്ന ഒരു ലുക്കിലാണ്, കിടിലൻ ലുക്കിലാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു റേഡിയോയുടെ ടോപ്പ് വീലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഫോർച്യൂണറായിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പ് ഡുവൽ ചേമ്പർ ആയിട്ടുള്ള LED ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തായിട്ട് നമുക്കിവിടെ DRL കാണാം. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷനും വർക്ക് ചെയ്യണം കേട്ടോ. താഴ്വശത്ത് നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം, ഒരു ഹണികോം പാറ്റേണിൽ കണ്ടോ, അതിൻ്റെ ഫോഗ് ലാമ്പ് കവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ട ഒരു ക്രോം ഫിനിഷിലായിട്ട് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ ഒരു ഗ്രില്ല് തന്നെ കേട്ടോ. ബ്രീസയിൽ നിന്ന് മാറി ഒരുപാട് നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ഗ്രില്ലാണ്. ടയോട്ടയുടെ ലോഗോ കാണാം. താഴ്വശത്ത് ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷ് കാണാം. ഇവിടെ വശങ്ങളിൽ നമുക്ക് ഒരു ക്രോം ഫിനിഷ്, ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കാണാം. ഇവിടെ ഗ്രേ ഫിനിഷ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ മുകൾ വശത്ത് വന്നിരിക്കുന്നത്. ബമ്പറിനെ 2 പോർഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴ്വശത്ത് നമുക്കൊരു ലോവർ ബമ്പർ കാണാം. ഇവിടെ ഫേക്കായിട്ട് നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് പോലൊരു നമുക്ക് കാണാം. അത് കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വശങ്ങളിൽ കാണുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ബ്രീസായിട്ട് വലിയ ഒരു മാറ്റങ്ങളും കാര്യമായിട്ട് ഒന്നുമില്ല. എല്ലാം ബ്രീസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫുഡും സെയിം ആയിട്ടുള്ള കാര്യമാണ്. ഗ്ലാസ് നമുക്ക് കാണാം, അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ്. വൈപ്പേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ബ്ലാക്ക് ഇൻസൈഡിലേക്ക് ശരിക്കും മറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെയിൻ സെൻസർ, ഇവിടെ ഓട്ടോ റെയിൻ സെൻസർ കാണാം. ഇവിടെ ഒരു ആൻറ്റിന, നോർമലായിട്ടുള്ള ആൻറ്റിനയാണ്, ഷാർപ്പിൻ്റെ ആൻറ്റിന അല്ല, നോർമലായിട്ടുള്ളൊരു ആൻറ്റിനയാണ്. ഇവിടെ നമുക്ക് ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ മിറർ കാണാം. ഡോറിൽ ബോഡി കളറായിട്ടുള്ളൊരു ഹാൻഡിൽ കാണാം. റിക്കിഡ് സെൻസർ കാണാം. ഇവിടെ ഒരു മോൾഡിങ് നമുക്ക് കാണാം. ഈ റോക്കർ പാനലിലും ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു മോൾഡിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. റിയർ ഡോറിലും വലിയൊരു ഡോറാണ്. ബോഡി കളറായിട്ടുള്ളൊരു ഹാൻഡിൽ കാണാം. ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുന്ന സമയത്ത് ഫ്യൂൽ ലിഡ്, ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ മോൾഡിങ് അല്ല, ഈ ഒരു ക്രോം ഫിനിഷിൽ വന്നതുകൊണ്ട് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇതുമായിട്ടുണ്ട്, നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ക്രോം മോൾഡിങ് ആണ്. ഇവിടെ റൂഫ് റെയിൽ നമുക്ക് കാണാം. ഒരു ഗ്രേ ഫിനിഷ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിലാണ്. അത്യാവശ്യം ചെറിയ സ്ട്രോങ് ഒക്കെ ഉള്ളൊരു റൂഫ് റെയിൽ തന്നെയാണ്. ടയർ സൈസ് 215/60 R16 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഡൈമണ്ട് ആയിട്ടുള്ള നല്ലൊരു കിടുവായിട്ടുള്ള ഒരു അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക്, ഈ ഒരു വൈറ്റും ഒരു ബ്ലാക്ക് അലോയ് വീൽ വന്നപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ബ്രീസായിട്ട് വ്യത്യാസങ്ങളും കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഈ അർബൻ ക്രൂയിസർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇത് കമ്പനി ആക്സസറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രോം മോൾഡിങ്, ഈ മുകൾ വശത്തെ ക്രോം മോൾഡിങ്ങും ഈ താഴ്വശത്തെ ക്രോം മോൾഡിങ്ങും കമ്പനി ആക്സസറി ആയിട്ട് ചെയ്തതാണ്. ഫുള്ളി LED ആയിട്ടുള്ളൊരു ടൈൽ ലാമ്പ് യൂണിറ്റ് അല്ല കേട്ടോ. കാരണം ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പ് നോർമലായിട്ടുള്ള ബൾബുകളാണ്. പിന്നെ നമുക്ക് ഗ്ലാസ്സിൽ ഡീഫോക്കസിൻ്റെ ലൈൻസ് കാണാം. നമുക്ക് വൈപ്പർ കാണാം. ഇവിടെ ഒരു വൈപ്പർ നോസിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്പോയിലറിൽ ഒരു ഹൈമൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടയോട്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴ്വശത്ത് നമുക്കിവിടെ ക്യാമറ കാണാം. നമുക്ക് LIC പ്ലേറ്റിൻ്റെ ബൾബ്സ് കാണാം. ഇവിടെ നമുക്ക് ഡിക്കി തുറക്കാനുള്ള മാഗ്നറ്റിക് ആയിട്ടുള്ള സ്വിച്ച് നമുക്ക് കാണാം.
ഇത് ബ്രീസായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു റിയർ പോർഷൻ ആട്ടോ. ബമ്പറിലേക്ക് വരുന്ന സമയത്ത് 4 സെൻസേഴ്സ് അവൈലബിൾ ആണ്. 1, 2, 4 സെൻസേഴ്സ് ബമ്പറിൽ അവൈലബിൾ ആണ്. റിഫ്ലക്ടർ ലാമ്പുകളാണ്. ബമ്പറിന് 3 പോർഷൻ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോഡി കളറായിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. ഈ ഒരു ലോവർ ബമ്പർ ഇവിടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. നമുക്കിവിടെ സിൽവർ ഫിനിഷിലൊരു സ്കിറ്റ് ലൈറ്റ് കാണാം. പിന്നെ നമുക്ക് സൈലൻസർ ഇത് നോർമലായിട്ട് റൈറ്റ് സൈഡിൽ ഇത് സൈലൻസർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടയോട്ട അർബൻ ക്രൂയിസറിൻ്റെ കീ വരുന്നത് കേട്ടോ. ടയോട്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ലോക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അൺലോക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. വണ്ടി നമുക്ക് അൺലോക്ക് ചെയ്ത് നോക്കാം. യെസ്, സൗണ്ട് വരുന്നുണ്ട്. ഓൾറെഡി ഇവർ ഒരു ടയോട്ട ലവേഴ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു അർബൻ ക്രൂയിസറിൻ്റെ എടുക്കാൻ കാരണം കണ്ടത്. അവിടെ ഒരു ഫോർച്യൂണർ കിടക്കുന്നുണ്ട്, ഒരു ഇനോവ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇവിടെ സെൻസർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. യെസ്, ലോക്കായി, അൺലോക്കായി. യെസ്, ഡോർ പേഡിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബ്രീസായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത സെയിം ആയിട്ടുള്ള ഡോർ പേഡ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ലോക്കിൻ്റെ ബട്ടൺ ഇതേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം. ഈ ഒരു ഫ്രണ്ട് ഡ്രൈവർ ഡോർ മാത്രമേ ഓട്ടോ ആയിട്ടുള്ള വിൻഡോ ഉള്ളൂ. പിന്നെ നമുക്ക് ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, അൺലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, വിൻഡോ ലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്, ഒരു ബോട്ടിൽ ഹോൾഡർ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കാനുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, അത്യാവശ്യം ഇവിടെ കണ്ടോ ഈ ഒരു സിൽവർ ഫിനിഷ് വന്നത് ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡോർ പാഡ് തന്നെയാണ്. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ സീറ്റിൻ്റെ കൺട്രോൾസ് ഇലക്ട്രിക്കലല്ല മാനുവൽ കൺട്രോൾ ചെയ്യാനുള്ള ലിവേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിനി ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് അർബൻ ക്രൂയിസർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ അതിൻ്റെ പുഷ് ബട്ടൺ വരുന്നത്. റൈറ്റ് സൈഡിൽ അവിടെ 1-2 കാര്യം കൂടെ കാണിക്കാനുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ വരുന്നുണ്ട്. അതിന് ഇപ്പറായിട്ട് ഓട്ടോ ഓഫിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിറർ ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. യെസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എടുത്ത് പറയാൻ, ഈ മിറർ ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ളൊരു മിററാണ്. ബട്ട് അത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ആവുന്നുണ്ട്. പക്ഷേ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് തുറന്നു വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ തുറന്നു വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടയോട്ടയുടെ ഒരു ബാഡ്ജിങ് വന്ന് നല്ല ഭംഗി തോന്നി. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് തുടങ്ങാം. ഈ ഒരു ബ്ലൂ ഫിനിഷ് ബോർഡർ കൊടുത്ത് ശരിക്കും ഈ ഒരു RPM സ്പീഡോമീറ്ററിന് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. അനലോഗ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള സ്പീഡോമീറ്ററും RPM ഇവിടെ നമുക്ക് ട്രിപ്പ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ ഈ ഒരു ഡിജിറ്റൽ മീറ്റർ സെൻട്രലായിട്ട് ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസിനുള്ള കണ്ടോ നമുക്ക് അതിൽ ആവറേജ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അനലോഗ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ മുകൾ വശത്തായിട്ട് ഇവിടെ കണ്ടോ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിങ്സ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭംഗിയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ടയോട്ടയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നല്ല ടയോട്ട അല്ല ബ്രീസയിലും സെയിം ആയിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗിയുള്ള സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്പൊക്കെ ചെയ്ത് കിടുവായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ടയോട്ടയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഇവിടെ 2 എയർ ബാഗ്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ഒരു ഡ്രൈവർ എയർ ബാഗും വരുന്നുണ്ട്, ഒരു പാസഞ്ചർ എയർ ബാഗും വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ പിന്നെ കാര്യമായിട്ടുള്ള മോഡ്സ് മാറ്റാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മ്യൂട്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ ഉണ്ട്, സീക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. പിന്നെ നമുക്ക് താഴ്വശത്തായിട്ട് വോയിസ് കമാൻഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ട് കണ്ടുവരുന്ന പോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ ലിവർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ലിവറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇൻസ്ട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു വലിയൊരു ഒരു എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ കാര്യങ്ങളും കൊണ്ടൊരു കിഡിലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ്. പിന്നെ വേറെ മീഡിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ കണക്റ്റ് ആയിട്ടില്ല. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഫീൽ തരുന്ന നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ 4 AC വെൻസുകളാണ് വരുന്നത്. ഇവിടെ 2 സൈഡ് വശങ്ങളിലായിട്ട് 2 AC വെൻസും വരുന്നുണ്ട്. ഓക്കെ, ഫുള്ളി ഓട്ടോ ക്ലൈമറ്റ് ആയിട്ടുള്ള AC ആണ് കണ്ടത്. ബട്ടൺസൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. കിടുമായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗിയർ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് 4 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയറാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നമുക്ക് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഗ്ലോ ബോക്സ് 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഗ്ലോ ബോക്സ് അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കാനുള്ള നല്ലൊരു ഗ്ലോ ബോക്സ് ആണ്. ഈ ഗ്ലോ ബോക്സ് വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ഈ മുകൾ വശത്ത് വരുന്ന ഗ്ലോ ബോക്സ് കേട്ടോ. ഓക്കെ, അത് വെന്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. ഈ ഒരു സിൽവർ ഫിനിഷ് ഇവിടെ വന്നത് നല്ല ഡോർ പാഡിൽ ഞാൻ പറഞ്ഞു ആ ഒരു സെയിം മെത്തേഡിലുള്ളൊരു സിൽവർ ഫിനിഷ് തന്നെയാണ്. അത് നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇവിടെ വലിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ഗ്ലോ ബോക്സ് ആണ്. അതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള നല്ല സ്പേസ്. ഓക്കെ, പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ കാണാം. ഓക്കെ, സൺവൈസറിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. വാനിറ്റി മിററോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാബിൻ ലൈറ്റ് നമുക്ക് LED ആയിട്ടുള്ള ലൈറ്റ് അല്ല, നോർമലായിട്ടുള്ള ബൾബ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇവിടെ മുകൾ വശത്താണ് ലൈറ്റ് കൊടുത്തിട്ട് കേട്ടോ. ഓക്കെ, നല്ല കാര്യം. എന്നാലും ഇവിടെ മിററിൻ്റെ അടുത്ത് കൊടുത്തില്ലെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹാൻഡിൽ, സ്പ്രിംഗ് ലോഡറിലായിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂഫ് ശരിക്കും നല്ല ഭംഗിയായിട്ടുള്ള റൂഫായിട്ടോ, ചെറിയ ഡോട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു കിഡുമായിട്ടുള്ള റൂഫാണ്, നല്ല മെറ്റീരിയലാണ്. ഇവിടെ സെൻറ്ററിലുള്ള ക്യാബിൻ ലൈറ്റും ഇത് കൊടുത്തിട്ടുണ്ട്. LED അല്ല, നോർമലായിട്ടുള്ള ഒരു ബൾബ്സാണ് അതിൽ വന്നിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാം റെസ്റ്റ് നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ളൊരു ഹാം റെസ്റ്റാണ് കേട്ടോ, നല്ലൊരു കാര്യമാണ്. സ്ലൈഡിങ് ആയിട്ടുള്ളൊരു ഹാം റെസ്റ്റാണ്. ഓക്കെ, ഈ ഒരു ഇവിടെ തുറന്നു കഴിഞ്ഞാലും കണ്ടോ, അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനുള്ള നല്ല സ്പേസ് ഇവിടെയുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കീ എല്ലാം എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് നല്ലൊരു ഫീല് ശരിക്കും തരുന്നുണ്ട്. നല്ല ഇതുമായിട്ടുള്ളൊരു ഫീലാണ്. നമുക്ക് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇനി പുറകുവശത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമുക്ക് റിയർ ഡോർ തുറന്ന് ഉള്ള വിശേഷങ്ങൾ നോക്കാം കേട്ടോ. 60/40 ഫോൾഡ് ഇത് വെക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഈ ഡോർ പേഡിലാണെങ്കിൽ ഫ്രണ്ടിലെ സെയിം ആയിട്ടുള്ള ഡോർ പേഡിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് റിയറിലെ ഡോറും. ഈ ഒരു സിൽവർ ഫിനിഷ് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡർ കാണാം, പവർ വിൻഡോസിൻ്റെ ബട്ടൺ നമുക്ക് കാണാം, ഹാൻഡിൽ കാണാം. നല്ല ഭംഗിയുള്ളൊരു ഡോർ പേഡ് തന്നെയാണ്. സീറ്റിലിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 60/40 ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇവിടെ നമുക്കൊരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര 2 പേരൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടാണ്. 3 പേർക്ക് സുന്ദരമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. 2 സൈഡിലും സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് ബെൽറ്റ് എല്ലാം കണ്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റ്. ഓക്കെ, സീറ്റ് ബെൽറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിയറിൽ ഒരു AC വെൻ്റ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ട് പോലും അതിൽ ഇല്ലാത്തതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. AC വെൻ്റും ഇല്ല, നമുക്ക് ചാർജിങ് പോർഷനും ഇല്ല. ഓക്കെ, അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. കാരണം ഹൈറ്റുള്ള കാരണം ഇരിക്കാൻ നല്ല സുഖം തോന്നിക്കുന്ന ഒരു ലോങ് ഡ്രൈവിനൊക്കെ ശരിക്കും നല്ല സുഖം തോന്നിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നല്ലൊരു തൈ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇടുമായിട്ടുള്ള സീറ്റാണ്. ഇന്ന് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്ത ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഡിക്കി ഓപ്പൺ ചെയ്ത ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ മാഗ്നറ്റിക് ആയിട്ടുള്ള സ്വിച്ച് ഇവിടെയാണ്. 328 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. സ്പെയർ ടയർ വരുന്നത് ഉള്ളിൽ തന്നെയാണ് സ്പെയർ ടയർ വരുന്നത്. നോർമലായിട്ടുള്ള ടയറാണ്, അലോയ് വീലല്ല. ഇവിടെ ഡിക്കിയിലും നമുക്ക് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പാർസൽ ട്രേ ഇവിടെ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും സുസുക്കിയുടെ പ്രൊഡക്റ്റാണ്, ടയോട്ടയിൽ വന്നതെന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് 103 bhp പവറും 138 Nm ടോർക്കുമാണ് വരുന്നത്. ഞാൻ പറഞ്ഞ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കിടുവായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് സ്പേസുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടന്നാലോ. എന്നാൽ ഇവിടെ കണ്ട ഇൻസുലേഷനൊക്കെ ഉള്ള കാരണം എഞ്ചിൻ നോയ്സൊക്കെ മാക്സിമം പെട്രോൾ വണ്ടിയാണ്, എന്നാൽ പോലും എഞ്ചിൻ നോയ്സ് കുറവായിരിക്കും. എന്നാലും ഈ ഇൻസുലേഷനൊക്കെ ഉള്ള കാരണം മാക്സിമം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് ഓടിക്കുന്ന സമയത്ത് അതെല്ലാം നോക്കാം. ഓക്കെ, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ അർബൻ ക്രൂസറായിട്ട് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. കൂടെയുള്ളത് ഓണർ മോൻ അഷ്റഫാണ് അല്ലേ? വണ്ടി എടുത്തത് എത്ര അധികം ആയിട്ടില്ല അല്ലേ? ഇല്ല, ഒരാഴ്ച എങ്ങാനും ആയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി ഓട്ടോ ലോക്ക് ആയിട്ടോ. ഫോണ് ശരിക്കും ചെറിയൊരു സൗണ്ട് കുറവുള്ള പോലെ ഓടിക്കുന്ന സമയത്ത് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട് പൂമോടാണ്. നല്ല ബ്രേക്കിംഗ് ആണ് കേട്ടോ, നല്ല കിടുവായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്.
ഫസ്റ്റ് നമ്മൾ ആ മിഡ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയന്റ് തൊട്ടേ ഇതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അർബൻ ക്രൂയിസറിന്റെ വിശേഷങ്ങൾ കേട്ടോ. കാരണം ബ്രീസ യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ബ്രസയായിട്ട് വലിയ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു ഫ്രണ്ട് സൈഡിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും പിന്നെ സർവീസിലും വാറണ്ടിയിലൊക്കെ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പറ്റുകയാണെങ്കിൽ ബ്രീസ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.